ഇന്ന് ലീഡർ കെ കരുണാകരന്റെ ജന്മവാർഷിക ദിനം. ജനനേതാവിന്റെ സ്മരണകൾക്ക് മുന്നിൽ നാടൊന്നാകെ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. ചിത്രകാരനായിരുന്നു കെ കരുണാകരൻ. എന്നാൽ ജനമനസ്സിന്റെ എഞ്ചിനീയറിംഗ് വശമുള്ള ഒരു മാജിക്കുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം എത്രയോ അത്ഭുതങ്ങൾ കാട്ടിയിരിക്കുന്നു. ശൂന്യമായ ക്യാൻവാസിൽ ചിലതൊക്കെ കോറിയിടുമ്പോൾ തെളിയുന്നത് എതിരാളികൾ പോലും അമ്പരക്കുന്ന ചിത്രമിഴിവ്. ചിലരുടെ തലവര തന്നെ മാറ്റിമറിക്കും ആ രാഷ്ട്രീയ വരകൾ. അപ്പോഴും കണ്ണിറുക്കിയുള്ള ചിരിയിലൂടെ വീണ്ടും വിസ്മയിപ്പിക്കും കെ കരുണാകരൻ. കണ്ണൂർ ചിറക്കൽ തെക്കേടത്ത് രാമുണ്ണി മാരാരുടെയും കണ്ണോത്ത് കല്യാണി മാരസ്യാരുടെയും മകനായി 1918 ജൂലൈ 5 ജനനം. കണ്ണിൽ വെള്ളം നിറയുന്ന രോഗം മൂലം 8ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് 10ാം ക്ലാസ് വരെ പഠിച്ചെങ്കിലും പരീക്ഷ എഴുതാനായില്ല. അതിനുശേഷമാണ് ചിത്രകല അഭ്യസിക്കാനായി തൃശൂരിലേക്ക് പോയത്. കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് ഉരുവം കൊണ്ട രൂപവും ഭാവവും നേടിയ തട്ടകമായി തൃശൂർ മാറി. 6 പതിറ്റാണ്ടിലേറെക്കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ലീഡർ 1977 മുതൽ വിവിധ കാലങ്ങളിലായി 4 തവണ മുഖ്യമന്ത്രിയും 1 തവണ കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രിയുമായി. 1965 മാളയിൽ നിന്നാണ് ആദ്യമായി നിയമസഭയിലെത്തിയത്. അതിനു മുൻപ് 1948 ഒല്ലൂക്കരയിൽ നിന്ന് പ്രജാമണ്ഡലത്തിലേക്കും 1954 മണലൂരിൽ നിന്ന് തിരുക്കൊച്ചി നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1996 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വി രാഘവനോട് തോറ്റതാണ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ പ്രധാന തോൽവി. ആധുനിക കേരളത്തിന് തന്റെ ഭരണ മികവ് കൊണ്ട് മുദ്ര ചാർത്തിയ നേതാവായിരുന്നു കെ കരുണാകരൻ. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ആചാര്യനായും ലീഡർ മാറി. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള പാർട്ടികളെ ഒരുമിച്ച് ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കി കാറ്റും കോളും നിറഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥയിലും ഭരണയാനം തുഴഞ്ഞ് മറുകരയെത്തിക്കുന്ന ലീഡറുടെ മികവ് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മികച്ച ഒരു പാഠപുസ്തകമാണ്. കാലം ഇനിയും കലണ്ടർ താളുകളെ ചവറ്റുകുട്ടയിലെറിയും. ഋതുഭേദങ്ങളൊക്കെ പതിവ് തെറ്റിച്ചേക്കാം. പക്ഷേ ലീഡർ എന്നും ജനമനസ്സുകളിൽ കണ്ണിറുക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. TCV ന്യൂസ്, തൃശൂർ.